രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ചുകൊണ്ടായിരുന്നു PV അൻവർ MLA ഓരോ ആരോപണങ്ങളും ഉന്നയിച്ചത്. അവയെല്ലാം സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം. ഇതൊക്കെ രാഷ്ട്രീയക്കാരന് രാഷ്ട്രീയ കളി കളിക്കും. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന വീഡിയോ ഇത് കേൾക്കാനുള്ളത് എന്തുട്ടാ. സ്വന്തം കാര്യം നിലനിർത്താൻ വേണ്ടി ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും. അൻവർ ഇപ്പം അവന് പറ്റൂലെന്ന് തോന്നി എല്ലാം സമ്പാദിക്കാനെല്ലാം അവന് സമ്പാദിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ആൾ വരും. ഇതൊക്കെ രാഷ്ട്രീയമാണ്, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് തട്ടിപ്പാണ്. ഇതിലൊന്നും ശരിയില്ല. പിന്നെ ഇതൊക്കെ രാഷ്ട്രീയം എല്ലാവരും ഉണ്ടാവും. ആര് രാഷ്ട്രീയത്തിൽ പോയാലും നന്നാക്കാൻ, ജനങ്ങളെ നന്നാക്കാനല്ല, അവരവരുടെ ജീവിതം നിലനിർത്താനാണ്. ഒരു പാർട്ടി രൂപീകരിച്ച ആളുണ്ടെങ്കിൽ പാർട്ടി രൂപീകരിക്കുന്നൊക്കെ പറയും. ആളുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാവും. 2 ദിവസം 2 കൊല്ലം കഴിയുമ്പോൾ അത് ഇതുപോലെ പോകും. ഒരുപാട് പാർട്ടികൾ ഇത് രൂപീകരിച്ചവരുണ്ടല്ലോ. ഇതൊക്കെ രാഷ്ട്രീയമാണ്. അൻവറിൻ്റെ വിഷയത്തിൽ നമ്മൾക്ക് പറയാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പുള്ളിക്ക് അൻവറിനെതിരായിട്ടും കുറച്ച് പരാതിയുണ്ട്. അതായത് പുള്ളി ഇപ്പോൾ 2-3 വർഷമായിട്ട് 2-3 വർഷക്കാലമായിട്ട് പുള്ളി ഇങ്ങനെ കുറേ വോയിസ് മെസ്സേജുകളും പലതും ഹാക്ക് ചെയ്തു റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് ചെയ്തത് തന്നെ ഒരു തെറ്റാണല്ലോ ശരിക്കും പറഞ്ഞത്. ഉണ്ടെങ്കിൽ അപ്പോൾ പുള്ളി ഒരു ഭരണകൂടത്തിൽ നിൽക്കുന്നൊരു സമയത്ത് പുള്ളിക്ക് അത് തുറന്ന് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിയുടേതായിട്ടുള്ള കാരണങ്ങൾ, ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടോ എന്തൊക്കെയായിട്ട് വേണ്ടി അത് ഇത്രയും കാലം അത് മറച്ചു വെച്ചു. അത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഇപ്പോൾ ഉള്ള കുറേ മോശമായ പ്രവൃത്തികൾ തുറന്നു കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല അപ്രിഷിയേറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും പല രീതിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും പുള്ളി അൻവർ എന്തായാലും മിക്കവാറും രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭരണത്തിൽ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത തോന്നുന്നത്. അപ്പോൾ എനിക്ക് പുള്ളിയോട് അനുകൂല ഭാവമുണ്ട്, തിരിച്ച് പ്രതിഷേധവുമുണ്ട് പുള്ളിയുടെ ആ പ്രവൃത്തിയിൽ. കാരണം പുള്ളിയുടെ തടയണ പൊളിക്കണ കേസിലൊക്കെ വന്നപ്പോൾ പുള്ളിയുടെ പേരിൽ കുറേ കേസുകളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും കാലം അതെല്ലാം ഈ പുള്ളി കുഴപ്പമില്ലാണ്ട് ഇതുവരെയായിട്ട് അത് നടന്നു പോകുന്നു, പ്രശ്നമില്ലാണ്ട്. ഇപ്പോഴാണ് തടയണ പൊളിക്കുന്ന കാര്യം ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നടപടി എടുക്കുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട് അത്. അപ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. നല്ല കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം അത്രയും തുറന്നു പറയുമ്പോൾ പുള്ളി ഒരു ജെന്യൂൻ പേഷ്യൻ്റാണ്, ജെന്യൂൻ ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണല്ലോ പുള്ളി സംസാരിക്കുന്നതും ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതും. പിന്നെ പുള്ളി ഇപ്പോൾ കൂടുതലും പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ആ ഒരു ഏരിയ, അതായത് നിലമ്പൂർ അതുപോലുള്ള ആ മേഖലകളിലാണ് പുള്ളി കൂടുതലും ജനങ്ങളെ ചെയ്യുന്നതും ഒരു ക്രൗഡായിട്ട് ഒരു യോഗം സംഘടിപ്പിക്കുന്നതെല്ലാം. അപ്പോൾ അതിൽ പുള്ളി ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. കുറേ ഗവൺമെൻറ് കുറേ കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആയാലും തന്നെ കുറേ കാര്യങ്ങൾ പുള്ളി തുറന്നു പറയാൻ ഒരു അവസരം ഉണ്ടാക്കിയതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൻവർ ഒരു പാർട്ടി രൂപീകരിച്ച ആളുകളുണ്ടാവും തോന്നുന്നു. അൻവർ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും അതൊരു മതപരമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു അടുപ്പം മാത്രമേ അതിന് സാധ്യത ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ഭരണപക്ഷത്തിന് ഒരു പാർട്ടിയിൽ നിന്നിട്ട് പിന്നെ അതിനൊരു പാര വയ്ക്കുക എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും അതിനനുകൂലമായിട്ട് ആരും കാര്യമായിട്ടുള്ള ഒരു അംഗത്വം ഉണ്ടാവും തോന്നുന്നില്ല ആ ഒരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ. അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരാൾ പറയുന്നത് ശരിയാണ് തെറ്റെന്ന് മറുഭാഗത്ത് ഉള്ളവർ പ്രതികരിക്കണില്ല. പ്രതികരിക്കാത്തടത്തോളം കാലം ജനങ്ങൾ എന്തായിരിക്കും വിശ്വസിക്കുക? അൻവർ പറയണമെന്ന് ശരിയെന്നല്ലേ വിശ്വസിക്കുള്ളൂ. അൻവർ പാർട്ടി ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആര് പാർട്ടി ഉണ്ടാക്കിയാലും നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് പാർട്ടീനെ കുറിച്ചല്ലല്ലോ തള്ളിപ്പറഞ്ഞത്, വ്യക്തിനെ കുറിച്ച് മാത്രമല്ല തള്ളിപ്പറഞ്ഞത്. ഇപ്പോഴും അൻവർ പാർട്ടീനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ, വ്യക്തിനെല്ലാം തള്ളിപ്പറഞ്ഞിട്ടിരിക്കണം. ആ വ്യക്തി തന്നെ പ്രതികരിക്കാത്തടത്തോളം കാലം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. മോശമല്ലത്. നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ രാജ്യത്തിനോടൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ അത് അങ്ങനെയൊക്കെ സംസാരിക്കല്. മനുഷ്യനിക്ക് അങ്ങനെ സംസാരിക്കാൻ പാടുണ്ട. എല്ലാം നമുക്കൊരു ഒതുക്കം വേണ്ടേ? ഒതുങ്ങിയില്ലേ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോ ആ പറയുന്നതിലൊന്നും സത്യമില്ല എന്നാണോ? ആ പറയുന്നതിൽ സത്യം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിലായിക്കോട്ടെ, അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കേസല്ലേ. സദസ്സിൽ ഈ വേൾഡിലേക്കായില്ലേ അത് സംസാര വിഷയങ്ങൾ, ഇതൊരു വിഷയമായില്ലേ, അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉന്നയിച്ചു എന്നായി എന്നിട്ട് അവസാനം നാളെ പോയ വഴി പോയി, ഒരു കാര്യം തന്നില്ല. അതുപോലെ തന്നെ അൻവർ ഇപ്പൊ കുറച്ചു കാലം ഈ മീഡിയ മാനിയ അൻവറിന് ശരിക്കും, അതായത് ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഫോട്ടോ മാനിയ ഇങ്ങനെ വിളിച്ചു പറയുക, പത്രത്തിലും ചാനലിലും ഒക്കെ വരും. അതാണ് ഇതിനകത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യമില്ല കേട്ടോ. അത് തന്നെയാ പറയാം, ഞങ്ങൾ ആവർത്തിക്കുന്നില്ല. ചേട്ടന്റെ അഭിപ്രായം പറ. PV അൻവർ ഇത്രയും നാള് ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ അനുഭവിക്കാവുന്ന സുഖങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം ഇപ്പൊ പറയാന്നുള്ളത് സാധാരണ നിലയിൽ ഇതിൽ കൂടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഒരു തെണ്ടിത്തരമാണെന്ന് പറയാൻ പറ്റും. തെണ്ടിത്തരം എന്ന് തന്നെ പറയേണ്ടത്, ആ വാചകം ഉപയോഗിച്ചാൽ ശരിയാവില്ല. അത് ജനങ്ങൾ അത് കൈകാര്യം ചെയ്യുള്ളൂ. അയാളെ PV അൻവർ പാർട്ടിയൊക്കെ രൂപീകരിച്ച ആരെങ്കിലും കാണുമോ? പിന്നെ ഇവിടെ കരുണാകരൻ പാർട്ടി രൂപീകരിച്ചു, ഡിക്കെന്നും പറഞ്ഞ DIC. എന്നിട്ട് എന്നായി വല്ലതും നടന്നോ? ഇവിടെ കരുണാകരൻ ആരാ? കേരളത്തിന്റെ 3 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിട്ട് ഇരുന്നയാളാന്ന് ഓർക്കണം. ആ പുള്ളി കേന്ദ്രത്തെ ധിക്കരിച്ച് ഒരു സ്വന്തം പാർട്ടി, ഇതെല്ലാം നടന്നോ എന്ന് പറഞ്ഞാലേ ഉള്ളൂ. ഒരു വലിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, അതിനെതിരെ ഇപ്പൊ വൃത്തം കണ്ടുകൊണ്ട് എന്നെ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതൊന്നും നടക്കാൻ പോകില്ല. പകുതി ശരിയുണ്ട്, പകുതി ശരിയല്ല. പകുതി അൻവർ ഒരു പാർട്ടി രൂപീകരിച്ച ആ കൂടെ ആള് കാണുമോ? ഇഷ്ടംമാതിരി കാണും. അയാള് സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് ഇത് നടത്തുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പരസ്യമായിട്ട് തോന്നുന്നു അയാള് പറയാനുള്ള അയാളുടെ കാഴ്ചപ്പാട് അയാൾ പറഞ്ഞു, അയാൾ ഉന്നയിച്ചു. അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയണോ വേണ്ടോ എന്ന് പറയണം എന്നുള്ളത്. അൻവർ പറയുന്നതിൽ കുറെ കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അൻവർ ഇപ്പൊ ഈ കേരളത്തില് ഇപ്പൊ മുഖ്യമന്ത്രി കുറെ ആളുകളുടെ ഒരു ബിനാമി പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വന്തമായൊരു നിലപാടില്ല. മുഖ്യമന്ത്രി ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ലെന്ന് വേണം പറയാനായിട്ട്.